ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി തന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആ സമയം ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ പ്രെയറെല്ലാം ചെയ്തു. നമ്മുടെ അപ്പക്കുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിത്രപ്പള്ളി വരെ പോകണം. അരിത്രപ്പള്ളിയിൽ നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എഴുന്നേറ്റത്. അപ്പോൾ അമ്മാമ്മ ഇന്നലെ കടുംചായ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആ കടുംചായം കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പക്കുട്ടനെ എഴുന്നേൽപ്പിച്ചൊരു വിധത്തിൽ ആ എഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പക്കുട്ടനെ മുഖത്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അരിത്രപ്പള്ളിയിലെത്തി, പള്ളി വന്നു, കുർബാനയും കാര്യങ്ങളൊക്കെ കണ്ടു. 5:30 കുർബാനയ്ക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ കുർബാന എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പക്കുട്ടൻ തനിയെ ചെരുപ്പിട്ടോളാന്ന് പറഞ്ഞിട്ട് തനിയെ ചെരുപ്പിടുന്ന ഒരു ഭാഗമാണത്. നല്ല ടൈം എടുക്കും അവൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക്. ഇത് നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആശാനോട്ട് സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പക്കുട്ടൻ ഓടി വന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ഇഡലി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുക, ജസ്റ്റ് ഒന്ന് കടുക് വറുത്താൽ മതി. ചായയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വന്നപ്പോൾ തന്നെ അപ്പക്കുട്ടനെ കഴിപ്പിച്ചു. അപ്പക്കുട്ടൻ പ്ലേ സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ ടൈം ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അപ്പക്കുട്ടൻ്റെ ടിഫിൻ ബോക്സിൽ എടുക്കുവാണേ. അപ്പം ഇഡലി ദോശയൊക്കെ ആണെങ്കിൽ അപ്പക്കുട്ടൻ കഴിച്ചോളും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നേരെ ഫുഡെല്ലാം അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അപ്പക്കുട്ടനെ സംബന്ധിച്ച് അപ്പക്കുട്ടന് പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറും. അപ്പോൾ ഗ്യാസ് കയറി കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ കഴിക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ ആക്കി കൊടുത്തു വിടും. പിന്നെ അപ്പക്കുട്ടൻ്റെ വാട്ടർ ബോട്ടിൽ അങ്ങനെ വെള്ളമെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പക്കുട്ടൻ്റെ ടിഫിൻ ബോക്സ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അപ്പക്കുട്ടൻ നല്ല ബഹളമാണ്. അവനെങ്ങനെയൊക്കെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവൻ ഇറിറ്റേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് രാവിലെ സ്കൂളിൽ വിടുമ്പോഴത്തേക്കുള്ള ഒരു ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. അവനെ കുളിപ്പിക്കാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ വിട്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് നല്ലൊരു ബഹളം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബഹളമാണ്. അപ്പോൾ അങ്ങനെ അപ്പക്കുട്ടൻ്റെ ബോട്ടിലും ടിഫിൻ ബോക്സും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടിഫിൻ ബോക്സ് നമുക്കിങ്ങനെ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് വേണം കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടർക്കിയിൽ പൊതിയാറൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു വിധത്തിലൊന്ന് ആക്കി എടുക്കും കേട്ടോ, അത്രേ ഉള്ളൂ. എനിക്കിങ്ങനെ നമ്മളിതുവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് എങ്ങനെയാണ് പൊതിയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെതായ ഒരു ഐഡിയയിൽ ഞാനൊന്ന് പൊതിഞ്ഞ് കൊടുത്ത് വിടുന്നതേ ഉള്ളൂ. ടർക്കിയിൽ പൊതിയാൻ അറിയാൻ മേലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. ഇങ്ങനെയാണ് ഞാൻ പൊതിഞ്ഞ് കൊടുത്ത് വിടുന്നത്. അപ്പോൾ അങ്ങനെ അപ്പക്കുട്ടനെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി. ഇനി നേരെ നമ്മുടെ അപ്പക്കുട്ടനെ കുളിപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അപ്പക്കുട്ടനെ കുളിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോൾ വന്നാലും അപ്പക്കുട്ടൻ്റെ കലാപരിപാടികളുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി ക്രീമൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഉടുപ്പിടാൻ വേണ്ടിയിട്ടുള്ളൊരു ബഹളമാണ് ഈ കിടന്നുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അപ്പക്കുട്ടനെ അങ്ങനെ ഞാൻ റെഡിയാക്കുവാണ്. ഇതിനിടയ്ക്ക് കുറേ വഴക്ക് പറയുന്നു, ഇടയ്ക്ക് ചിലപ്പോൾ തല്ലൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നിർബന്ധവും വാശിയൊക്കെയാണ്. അപ്പക്കുട്ടൻ ചെറുപ്പത്തിലൊരു പാവം കുഞ്ഞായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ദൈവം ഇവരെങ്ങനെയാണ് ഇങ്ങനെയായത്. അപ്പോൾ എല്ലാവരും പറയും ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നമുക്കുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ക്ഷമ കെട്ടുപോകും. അങ്ങനത്തെ രീതിയിലാണേ കാണിക്കത്തുള്ളൂ. എത്ര വഴക്ക് പറഞ്ഞാലും അവനൊരു പേടിയില്ല കേട്ടോ. അതാണ് വേറൊരു സംഭവം. ഇതുണ്ട് അവിടെ ഇരിക്കുന്ന നേരത്ത് അവന് മമ്മിയോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ മമ്മിയോട് ചെയ്യും. അപ്പോൾ ഞാനും പെട്ടെന്ന് റെഡി ആവുകയാണ്. കാരണം അപ്പക്കുട്ടനെ കൊണ്ടുവിടണമല്ലോ. അങ്ങനെ അപ്പക്കുട്ടനെ റെഡിയാക്കി അപ്പക്കുട്ടൻ പോയി ഈശോയോട് പ്രാർത്ഥിക്കുവാണേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം പോലും അപ്പക്കുട്ടൻ മിരുമിരുത്തോണ്ട് ഇങ്ങനെ ഇരിക്കും. കൈയും കാലും എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കും, വെറുതെ നിൽക്കത്തേയില്ല. അങ്ങനെ ഒരു വിധത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ അപ്പക്കുട്ടൻ്റെ പുസ്തകവും ടിഫിൻ ബോക്സും എല്ലാം ബാഗിലാക്കി റെഡിയാക്കി വെക്കുവാണേ. അപ്പക്കുട്ടന് പിന്നെ സ്കൂളിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ കരച്ചിലും ബഹളങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്, ടീച്ചേഴ്സിന് അതിലും ബുദ്ധിമുട്ടാണ്. അപ്പക്കുട്ടനെ സംബന്ധിച്ച് അപ്പക്കുട്ടന് ആദ്യത്തെ ദിവസം തൊട്ടേ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ഇട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് ഇപ്പം തന്നെ മുറ്റത്തുനിന്ന് കാറിലേക്ക് കയറും. പക്ഷെ എന്നാലും അവന് അത്രേ വരെ ആ തോളലിട്ടുകൊണ്ട് പോകാനുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഇട്ടുകൊണ്ട് പോകുന്നത്.
അപ്പോൾ ദാ അങ്ങനെ അപ്പുക്കുട്ടൻ പോയി പാച്ചിയോടും മമ്മിയോടും ഒക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അപ്പുക്കുട്ടൻ്റെ പ്ലേ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്ലേ സ്കൂളിൽ ചെല്ലുമ്പോഴും നമ്മൾ കാറിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുമ്പോൾ അപ്പുക്കുട്ടൻ ബാഗ് പുറത്തിട്ടുകൊണ്ടേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ, എൻ്റെ കയ്യിൽ തരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പുക്കുട്ടൻ്റെ പ്ലേ സ്കൂള്. അപ്പുക്കുട്ടൻ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. അവന് ഓടിച്ചെന്ന് കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ മുറിക്കകത്തൊക്കെ അടച്ചിരുന്നാണല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ അപ്പുക്കുട്ടനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ഇതാണ്ട് ഗ്യാസ് സിലിണ്ടർ കാലിയായി എന്നും പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം സാധാരണ നമ്മൾ എക്സ്ട്രാ ഒരു കുറ്റിയും കൂടി എടുത്ത് വെക്കാറുള്ളതാണ്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായി പോയില്ലേ, ഹോസ്പിറ്റൽ കേസ് കെട്ടുമൊക്കെ ആയതുകൊണ്ട് മറന്നുപോയി. അപ്പോൾ അതാ ഞാൻ പോയി അതെടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നേരെ കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ അപ്പുക്കുട്ടനെ കൊണ്ടുവരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. 3 മണിയാവും നമ്മൾ അപ്പുക്കുട്ടനെ കൊണ്ടുവരാൻ ചെല്ലണം. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, നേരെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവനെയും കൂട്ടിയിട്ടെന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അപ്പുക്കുട്ടനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈവനിങ്ങിൽ നമ്മൾ കൊണ്ടുവരാൻ ചെല്ലുമ്പോഴത്തേക്കും അവൻ നല്ല ടയേർഡായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫുഡ് കൊടുത്ത് വിടുന്ന കഴിക്കത്തില്ല, പിന്നെ ഉറക്കം ശരിയാവത്തില്ല. ഈ 2 കാരണങ്ങളും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മൾ ചെല്ലുമ്പോൾ ഫുള്ള് ഉറക്കം വന്ന് ഒരു വിധത്തിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബഹളങ്ങളെല്ലാം കൂടെ നേരെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴായിരിക്കും വീട്ടിലായിരിക്കും കേട്ടോ ഇതിൻ്റെ എല്ലാ ഇതും തീർക്കുന്നത്. അപ്പോൾ അതാ അവനെ ഞാൻ ഒരു വിധത്തിൽ ഇപ്പം വന്നപ്പോൾ അതേ ആകെപ്പാടെ തളർന്ന് ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുവാണ്. അപ്പം വണ്ടിയിലിരുന്ന് തന്നെ അപ്പുക്കുട്ടന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടത്തേക്ക് അപ്പുക്കുട്ടന് സ്നാക്സ് ഒന്നും വൈകുന്നേരം വീട്ടിലുണ്ടാക്കി വെച്ചിട്ടില്ല. എന്നാൽ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പുക്കുട്ടന് ലേസ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അവന് ഞാൻ അങ്ങനെ അധികമൊന്നും വാങ്ങിച്ച് കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഉറക്കമൊക്കെ പൊയ്ക്കോട്ടെ എന്ന്, ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ 2 പാക്കറ്റ് ലേസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ ആശാൻ നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇതാ പപ്പാച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പപ്പാച്ചിയെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ പപ്പാച്ചി എന്നത്തേക്കും സ്കൂളിൽ പോയിട്ട് എന്ത് പറഞ്ഞെന്നൊക്കെ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അപ്പം ഞാനെന്ത് ചെയ്ത് ആദ്യം ഞാൻ അപ്പുക്കുട്ടൻ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഞാൻ ഏറ്റവും ആദ്യം നോക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ ഫുഡ് മുഴുവൻ കഴിച്ചോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. കാരണം കഴിച്ചെങ്കിൽ നമുക്കതൊരു സന്തോഷമാണല്ലോ, ഈ കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. കഴിച്ചില്ലെങ്കിൽ അതും ഒരു ടെൻഷനാണ്. അപ്പോൾ അതാ അപ്പുക്കുട്ടൻ്റെ ഫുഡ് ഞാൻ ആദ്യം നോക്കി. അപ്പുക്കുട്ടന് ഇഡലിയും ദോശയൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ കഴിക്കുന്നത് കൊണ്ട് കഴിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഏതായാലും എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. അപ്പുക്കുട്ടൻ ഇന്ന് ഫുഡ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവിടെ പോയി രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാടെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുൾ ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പം അപ്പുക്കുട്ടൻ്റെ ഇങ്ങനെ പാത്രം ക്ലീനായിട്ട് വരുന്നത്, ഫുഡ് കഴിച്ച് ഫുള്ള് ഫുഡ് കഴിച്ചിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ദാ അപ്പുക്കുട്ടൻ്റെ എന്തെങ്കിലും ഹോംവർക്കോ എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ ഞാൻ നോക്കും. അപ്പോൾ അപ്പുക്കുട്ടൻ ഇതിനിടയ്ക്ക് ഞാൻ അപ്പുക്കുട്ടൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നോക്കി. അല്ലെങ്കിൽ വരുമ്പം തന്നെ ആൾ വഴക്കാണെങ്കിൽ അപ്പം തന്നെ ഞാൻ അവനെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ദാ ഇന്ന് എന്തൊക്കെയോ കളറൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. സിസ്റ്റർ പറഞ്ഞായിരുന്നു ഓൾറെഡി കളറൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അപ്പുക്കുട്ടനെ ഒന്ന് കുളിച്ച് ഫ്രഷാക്കി പിന്നെ പൈനാപ്പിൾ ജ്യൂസും അടിച്ചു. നമ്മൾ പിന്നെ സ്നാക്സായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പപ്സ് ഉണ്ടായിരുന്നു. പപ്സ് അപ്പുക്കുട്ടന് ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പപ്സ് വാങ്ങിച്ച്. അപ്പോൾ സാധാരണ നല്ല മൂടൊക്കെ ആണെങ്കിൽ തനിയെ ഇരുന്ന് ഗ്ലാസ്സിൽ ജ്യൂസും കുടിക്കും, പപ്സും ഒക്കെ തന്നെ കഴിക്കുന്ന. ഇന്നിപ്പോൾ അത്ര മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് അമ്മ എനിക്ക് ബോട്ടിലിനകത്ത് ജ്യൂസ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബോട്ടിലിനകത്ത് പിന്നെ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇന്നിപ്പോൾ കളറൊക്കെ അടുപ്പിച്ചതല്ലേ, അപ്പോൾ കുറച്ച് നേരം എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്നോളുമല്ലോ, അതുകൊണ്ട് ഉറങ്ങാതെ ഇരുന്നോളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാൽ കളർ പെൻസിലൊക്കെ എടുത്ത് തരാം കളർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളർ പെൻസിൽ എടുത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഖത്തറിൽ നിന്ന് പോരുന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന നല്ല ഒരു ഇതാണ് കേട്ടോ. കാരണം നമുക്ക് കളർ പെൻസിൽ ഇഷ്ടംപോലെ ഉണ്ട്. കളർ പെൻസിലായിട്ടും ഉണ്ട്, നമ്മുടെ അല്ലാതെ ക്രയോൺസ് ആയിട്ടുള്ളതും ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ചെറിയ സിസറ്, പെൻസില്, കളർ പെൻസിലല്ലാതെ സാധാ പെൻസിലുണ്ട്. പിന്നെ ദാണ്ടെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിത് അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം തുറന്നൊന്നും നോക്കിയിട്ടില്ല, അപ്പോൾ ആവശ്യം വന്നപ്പോഴാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാ നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്ത് കളർ അടിക്കാനും ഒക്കെയുള്ളൊരു ചെറിയൊരു ബുക്ക്, ചെറിയൊരു സീസറ്. എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഈ പിങ്ക് കളറ്, എന്ത് പിങ്ക് കളർ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മൾ അവിടെ നിന്നൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പുക്കുട്ടന്.
ഇങ്ങനത്തെ ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഇട്ട് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചാണ്. അതിനകത്ത് തന്നെ ഉണ്ട് പെൻസിൽ വെട്ടാനുള്ള കട്ടറും എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെയുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ സ്കൂളിൽ കൊടുത്ത് വിടുന്നില്ല കേട്ടോ. ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെൻസിലോ ബോക്സോ അങ്ങനെയൊന്നും സാധനങ്ങൾ കൊടുത്ത് വിടണ്ട. ജസ്റ്റ് ബുക്കും പുസ്തകവും മാത്രം കൊടുത്ത് വിട്ടാൽ മതി. ബാക്കി കളറൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും കൊടുത്ത് വിടുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചൊരു സെറ്റായിരുന്നു ഇത്. അതിനകത്ത് ഇതുപോലെ തന്നെ കളർ പെൻസിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ദാണ്ട് ഇത് ബോക്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ബോക്സും കൊണ്ട് ഓൾറെഡി നടന്നു പോവുകയാണ്. അതും കൊണ്ട് പോയി ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്നോളും. കാരണം എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഓർത്ത് എടുത്ത് കൊടുത്തത് അതുകൊണ്ടാണ്. ഇച്ചിരി കഴിയുമ്പോൾ എങ്ങനെയും മേടിച്ച് വെക്കണം. അല്ലെങ്കിൽ ആശാൻ അത് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അത് നശിപ്പിച്ചൊരു പരുവാക്കും. അപ്പം അതുകൊണ്ട് പോയിരുന്നിട്ട് അപ്പുക്കുട്ടൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ കളറൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കളറൊക്കെ ചെയ്യുവാണ്. ബെഡൊക്കെ കണ്ടോ നമ്മൾ രാവിലെ നീറ്റായിട്ട് ഇടും. പക്ഷെ അപ്പുക്കുട്ടൻ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നല്ല ഒരു പരുവത്തിലാക്കി വെക്കും. ഇപ്പം ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്നത്തേക്കും ഞാൻ വിചാരിച്ചെന്നാൽ ഈവനിങ്ങിൽ നമുക്കന്ന് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പം ഞാൻ പുറത്തൊക്കെ പോയത് കൊണ്ട് ക്ലീനിങ്ങും പരിപാടികളും ഒന്നും നടന്നിട്ടില്ല. സാധാരണ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും മമ്മി ചെയ്യുമ്പോൾ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തില്ലെങ്കിലും മമ്മി ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എല്ലാം കൂടി നമ്മൾ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. കാരണം മമ്മിക്കും ഓൾറെഡി വയ്യാതാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും മടുത്ത് പോകുമല്ലോ. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യമായത് പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വർക്ക് ഏരിയയിലാണ് വെക്കാറ്. കാരണം അടുക്കള നമുക്ക് അത്രയും കൂടെ ഒതുങ്ങിയിരിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണാണ്. അപ്പം ഇതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് പോയത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയ വഴിക്ക് ജസ്റ്റ് ഒരു സോഡായും കുടിച്ചുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വിശന്നൊന്നുമില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കടും ചായയും കൂടെ കുടിച്ചു. പിന്നെ ഈ നമ്മളെ കഴിക്കുന്ന ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊന്നും കഴിച്ചില്ല. ഇപ്പോൾ ദാണ്ട് ഇതെല്ലാം ഒന്ന് കിച്ചണൊക്കെ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കുവാണ്. ഞാനിത് ഈ പുൽത്തൈലത്തിൻ്റെ ലോഷനാണ്. നല്ലതാണ്, നല്ല സ്മെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. പക്ഷേ വീട്ടുവഴി കൊണ്ടുവന്ന് നമുക്ക് തന്നപ്പം വാങ്ങിച്ചതാണ്. പക്ഷെ അതിന് അത്ര വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത് ചെയ്ത് നേരെ ബോൾ കളിക്കാൻ ഇറങ്ങി. അപ്പം ഞാനും വിചാരിച്ചു കളിച്ചോട്ടെ. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം വഴക്കും ഉണ്ടാക്കും. അതുകൂടാതെ അവന് ഉറക്കം വരുന്നത് കൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഉറങ്ങാം. അപ്പം അതുകൊണ്ട് എന്നാൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് അവനും മുറ്റത്തിറങ്ങി നിന്ന് കളിക്കുവാണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങളും ചെയ്യാമല്ലോ. എനിക്ക് എവിടെയായിരുന്നാലും ഇപ്പം ഞാൻ എവിടെ ആണെങ്കിലും എനിക്ക് ഒരു അതായത് രാത്രി ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എല്ലായിടും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടണം. അത് എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ എല്ലാം ഇങ്ങനെ അലങ്കോലമായി രാവിലെ ക്ലീൻ ചെയ്താലും ഇപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒന്നും കൂടി ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ കിച്ചണൊക്കെ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാ കുക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിടുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം എല്ലായിടും വൃത്തിയായിട്ട് കിടക്കുന്നതും ഒരു സന്തോഷമാണല്ലോ. എനിക്കെപ്പോഴും ഇങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അടുക്കി നല്ല ക്ലീനായിട്ടിരിക്കണം. അതിപ്പോൾ ഞാൻ എവിടെയായാലും ഇപ്പോൾ വിനീഷിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ശരി, എനിക്ക് എപ്പോഴും എല്ലായിടും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട്, പ്രത്യേകിച്ച് എല്ലാം ഒതുങ്ങിയിരിക്കണം. എനിക്കിങ്ങനെ നിരത്തി വെക്കുന്നതിനോടൊന്നും എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്യാസ് സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. ടൈം കിട്ടിയാൽ കേട്ടോ. കാരണം ഇപ്പം നാട്ടിൽ വന്നിട്ടറിയാലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾ നടക്കാറില്ല. അപ്പോൾ ഇതുപോലെ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലോട്ട് നമ്മൾ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തതാണ്. ഈ വീട് നമ്മൾ ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നേ. അപ്പം നമ്മുടെ വീട് നമ്മൾ നോക്കുന്നത് പോലെ മറ്റാരും നോക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു പണിയുണ്ടായിരുന്നു. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അറിയാമല്ലോ, നമ്മൾ ഈ വീട് ഷിഫ്റ്റിങ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും നമുക്ക് നടക്കത്തുമില്ല. അത് എത്ര ദിവസം എടുത്താലും നമ്മളൊന്ന് സെറ്റായിട്ട് വരിക അല്ലേ. ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ, ശരിക്കും മടുത്തു പോയ കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് എല്ലായിടും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് തൂത്ത് വരണം, തുടയ്ക്കണം, അങ്ങനത്തെ പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ സമയം ഓൾറെഡി ഒരു 6 മണിയോളം ആകാറായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യും, പെട്ടെന്നൊന്ന് തൂത്ത് വാരി തുടയ്ക്കണം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ ഇപ്പം കയറി വരും. കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുക്കുട്ടന് പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വഴക്കായി, കരച്ചിലായി. അപ്പോൾ ദാ മഴക്കാറ് കയറി വരുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ പടേന്ന് പരിപാടികളെല്ലാം തീർക്കുവാണ്. അപ്പോൾ കിച്ചണൊന്ന് ഒതുക്കിയിട്ട് വന്നപ്പോൾ ദാ നമ്മുടെ വർക്ക് ഏരിയ ഒരു നല്ല പരുവത്തിലാണ് കിടക്കുന്നത്. അപ്പം വർക്ക് ഏരിയയും കൂടെ എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് ഒതുക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഞാൻ വർക്ക് ഏരിയ എല്ലാം ഒന്ന് ഒതുക്കി വെക്കുവാണ്. അങ്ങനെ വർക്ക് ഏരിയയും കിച്ചണും ഒക്കെ ഒരുവിധം ഒന്ന് ഒതുക്കി റെഡിയാക്കി. ഇപ്പം തന്നെ പകുതി സമാധാനമായി. കാരണം ഏറ്റവും വലിയ പണി ഇവിടെ രണ്ടിടത്തുമാണല്ലോ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് പോകുന്നു. സിറ്റൗട്ടെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് ഓർത്ത്. സിറ്റൗട്ടും ഹോളും എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പക്കുട്ടൻ ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് അവൻ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ അകത്തേക്ക് കയറ്റി വിടും. ഇത് കണ്ട ക്യാമറ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കും. അപ്പോൾ വീണ്ടും ഞാൻ അവനെ കയറ്റി വിട്ടു. അവൻ അപ്പം തന്നെ തിരിച്ചിറങ്ങി വന്ന്. അപ്പം നമ്മളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ എത്രയ്ക്കും പറ്റുമോ അത്രത്തോളം അവൻ ചെയ്യും. അതാണ് അവൻ്റെ പരിപാടി. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ ക്ഷമ കെട്ടുപോകുമേ. ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കും. പിന്നെ സഹിക്കാൻ പറ്റാത്ത വരുമ്പോഴത്തേക്കും വഴക്ക് പറയും. പിന്നെ ചെറിയൊരു അടിയൊക്കെ കൊടുക്കേണ്ടി വരും. അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതായത് കണ്ടോ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹോളിലേക്ക് തൂക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്ത് നേരെ വന്നിട്ട് അവൻ്റെ സൈക്കിൾ എടുത്തു. എന്നിട്ട് ഈ സൈക്കിൾ വന്നിട്ട് നമ്മുടെ കാലിനിട്ട് വന്ന് ഇടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ തൂത്ത് വാരിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പൊക്കത്തൂടെ സൈക്കിൾ ഓടിച്ചിട്ട് നേരെ ബാക്കി എല്ലായിടത്തും വീഴിക്കുക. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പുറകെ നടക്കുന്നത് കണ്ടോ, കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകും അവനിങ്ങനെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ പറയും ഇവൻ മാത്രം ഉള്ളായിരിക്കും ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അടുത്ത പണി പപ്പാച്ചിക്ക് കൊടുത്തു. അവൻ്റെ ജീപ്പ്, ഇത് അകത്ത് കിടന്ന ജീപ്പാണേ. അപ്പോൾ അതെടുത്ത് നേരെ പപ്പാച്ചിയെ കൊണ്ട് വെളിയിൽ കൊണ്ട് ഇടിയിച്ചു. അപ്പോൾ മിറ്റലായതുകൊണ്ട് മിറ്റലിനകത്തൂടെ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു, നേരെ റോഡിലിറക്കിയപ്പോഴത്തേക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ പപ്പാച്ചി ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലായിടും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നേരെ ഇരുട്ടിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എന്നാൽ പുകയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ നമുക്ക് കുന്തിരിക്കം പുകയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുന്തിരിക്കെല്ലാം പുകച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ഫ്രഷാക്കി. അപ്പക്കുട്ടൻ അന്നേരത്തേക്ക് ഞാൻ എവിടെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും അവനതെല്ലാം നിരത്താൻ നോക്കും. അതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ കുറച്ച് അവൻ്റെ ടോയ്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബെഡിലിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബെഡ് കളഞ്ഞേക്കരുതെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയാണെങ്കിൽ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചക്കപ്പുഴുക്കായിരുന്നു. അപ്പം ഞങ്ങൾ കുരിശ് വരച്ചിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിനിടയ്ക്ക് പോയി ഞങ്ങൾ കുരിശ് വരെയൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ ചക്കപ്പുഴുക്കും നല്ല അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചക്കപ്പുഴുക്കും മീൻകറിയും കൂട്ടി കഴിക്കും. ആഹാ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.